ഹലോ, നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ നിൽക്കണമെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് നേരെ കിഴക്ക് വശത്താണ്. അപ്പോൾ ഇവിടെ വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു അങ്കിളിൻ്റെ ആൻ്റെ മോളുണ്ട്. അവള് ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല സൂപ്പറായിട്ട് ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എങ്ങനെ വേണം, ഏത് രീതിയിൽ വേണമെന്ന് പറഞ്ഞു കൊടുത്താൽ അതിമനോഹരമായിട്ട്. ഇത് ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങളുടെ ഒരു കസിൻ ഉണ്ട്, പുള്ളിക്കാരത്തി ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തന്നായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം അറിയണത്. അപ്പോൾ അത് കാരണം നാളെ 27-ാം തീയതി ഡിസംബർ 27-ന് എൻ്റെ വൈഫിൻ്റെ അനിയത്തിയുടെ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അവർക്ക് അതേപോലെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഒന്ന് വൈകിഞ്ഞെട്ടിക്കാം. നമ്മളൊന്ന് അത് കണ്ടൊന്ന് സർപ്രൈസ് ആണ്. അപ്പോൾ അതേപോലെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിനെ കൊണ്ട് നമ്മളൊരു വർക്ക് ചെയ്യിച്ചായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വന്നേക്കാണ്. ഒന്നും പറയാനില്ല കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ മനസ്സിൽ വിചാരിച്ചേക്കണാലും അതിമനോഹരമായിട്ട് അതെങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു അത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യാൻ പറഞ്ഞേക്കണത്. നമുക്ക് എന്തിൽ വേണം എന്ന് ഏത് രീതിയിൽ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതി ചെയ്തു തരും. അപ്പോൾ അതെ നമുക്ക് അകത്തോട്ട് കയറാം. പുള്ളിക്കാരത്തിനെ വിളിച്ചിട്ടുണ്ട്, ഞാനപ്പോൾ വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കണേന്ന് പറഞ്ഞു. അപ്പോൾ അകത്തവൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണേന്. നമ്മൾ അങ്ങോട്ട് കയറുന്നു, ആ സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിക്കുന്നു, എന്നിട്ട് നമ്മൾ പാക്ക് ചെയ്യുന്നു. നാളെ അവർക്ക് കൊടുക്കുന്നു, ഞെട്ടിക്കുന്നു. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ അതെ നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നല്ല സൂപ്പറായിട്ട് പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്രിസ്മസിന്റെ സമയം എല്ലാവരും പുൽക്കൂട്, ട്രീ ഇങ്ങനെയൊക്കെ കൊണ്ട് വീട് അലങ്കരിച്ചിട്ടുണ്ടാവും. നമുക്ക് അകത്തോട്ട് പയ്യെ കയറാടാ. അകത്ത് നമ്മുടെ കൊച്ചോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പയ്യെ നമ്മളകത്തേക്ക് കയറുന്നു. ഹായ്. അപ്പോൾ അത് നമ്മുടെ ജീവനോട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണേട്ടാ. അപ്പൊ ജീവനെ ഇപ്പൊ തുറക്കല്ലേ? അതെ, ഇപ്പൊ തുറക്കല്ലേ? നമ്മുടെ സർപ്രൈസ് ആണല്ലോ. നമ്മൊന്ന് ആൾക്കാരെ ഞെട്ടിക്കണമല്ലോ എന്താണ് ചെയ്തേക്കണേന്ന്. അപ്പൊ ഞങ്ങളുടെ കൊച്ചി എത്ര നാളും കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയേക്കണം? 2 വർഷമായപ്പോ ഞാൻ കഴിഞ്ഞതിന് മുന്നത്തെ മെയില് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ ഞാൻ അറിഞ്ഞത് എപ്പോഴാണെന്നറിയോ? ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് നീ ഞങ്ങൾക്ക് വേണ്ടിട്ട് ആ വർക്ക് ചെയ്ത് തന്നപ്പോഴാണ് ഞങ്ങൾ ആ ഗിഫ്റ്റിന്റെ ആ ക്ലോക്കിന്റെ അത് ഞങ്ങൾ അറിയണത്. ഇങ്ങനെ ഒരു സംഭവം വെച്ചാൽ ഞങ്ങൾ സർപ്രൈസ് ആയിപ്പോയി. അപ്പൊ നമുക്ക് വേണ്ടി ചെയ്തേക്കണത് നമ്മുടെ കൊച്ചിനെ തുറന്ന് കാണിച്ചിട്ടോ. ആദ്യം തുറക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ട്. അതിനകത്ത് അവൾ തന്നെ പ്രിന്റ് ചെയ്ത് വെക്കണ കുറച്ച് ലെറ്റേഴ്സും കാര്യങ്ങളും വിഷസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മുടെ ഫോട്ടോ വെച്ച ക്ലോക്ക് ഉണ്ട്. ഇതിപ്പോ ഈ ഒരു ഡിസൈൻ വേണമെങ്കിൽ ഈ ഒരു ഡിസൈൻ ചെയ്തു തരും, അല്ലെങ്കിൽ റൗണ്ട് വേണമെങ്കിൽ റൗണ്ട്, അതന്നെ സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയർ. അത് നമ്മള് ഏത് ഫോട്ടോ വെച്ച് കൊടുത്തു കഴിഞ്ഞാലും ആ രീതി ചെയ്തു തരും. പിന്നെ അതേപോലെ നമുക്ക് മിഠായികൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയണ രീതിയിലുള്ള മിഠായിയും കാര്യസും അത്. അപ്പൊ നമ്മള് ഗിഫ്റ്റ് ഐറ്റംസിനകത്ത് പിന്നെ നമ്മുടെ ഫോട്ടോ പ്രിന്റ് വെച്ചേക്കണ ക്യാഷ് വാലറ്റ് കുടുക്കയും കാര്യങ്ങളുണ്ട്. ഇതിനകത്തൊരു 5,000 വരെ നമുക്ക് ഇതിനകത്ത് കൊള്ളും. പിന്നെ ഇതേപോലെ 5,000 മാത്രമല്ല 15,000, 1 lakh. ഇനി അതിലും വലുത് നിങ്ങൾക്ക് വേണോ, നിങ്ങൾക്ക് കൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞാൽ ഇതിലും വലുത് നമ്മുടെ കൊച്ചി ചെയ്തിരും. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കപ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരണം. പിന്നെ അതുപോലെ തന്നെ അതെ നമ്മുടെ മണി പേഴ്സ്, അത് പല വെറൈറ്റി പല ഡിസൈനിൽ നമുക്ക് ചെയ്തു തരും. ഇത് കസ്റ്റമൈസ്ഡ് ആണ്, നമ്മൾ എന്ത് പറയുന്നോ ആ രീതി ചെയ്തു തരും. പിന്നെ അതേപോലെ തന്നെ അതെ ഫോട്ടോ ഫ്രെയിം ഉണ്ട്. നമ്മളെ നെയിം നമുക്ക് എന്ത് ഗ്രീറ്റിംഗ് വെച്ച് ചെയ്യണോ അങ്ങനെയുള്ള ഫോട്ടോ ഫ്രെയിം ചെയ്തു തരും. പിന്നെ അതേപോലെ കുറച്ച് കപ്സും കാര്യങ്ങളുണ്ട്, പ്രിന്റഡ് കപ്പ്. ഞാൻ പറഞ്ഞില്ലേ നമ്മള് എന്തിനകത്ത് വേണം ഏതിനകത്ത് വേണം എന്ന് പറഞ്ഞാൽ ആ രീതി ചെയ്യും. പിന്നെ മാജിക് കപ്പ് ഉണ്ട്, ചൂടുവെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ പിക്കിങ്ങിന് തെളിഞ്ഞു വരും. അതുപോലെ അടുത്തൊരു കപ്പുണ്ട്, ഞാൻ കാണിച്ചതേ. പിന്നെ അതെ അതുപോലെ വേറൊരു വെറൈറ്റി ചെയ്തേക്കുന്ന ഒരു കപ്പും കാര്യങ്ങളുണ്ട് ഈ കാണുന്നത്. അങ്ങനെ നമ്മള് എന്തിനകത്ത് വേണം ഏതിനകത്ത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലത്തെ ഇത് ഫോട്ടോസും കാര്യങ്ങളും വേണം, അല്ലെങ്കിൽ ഇതേപോലത്തെ പ്രിന്റഡ് ഐറ്റംസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൊച്ചിൻ്റെ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും ഞാൻ നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. വെച്ചാൽ ഇതൊരു പ്രമോഷൻ അല്ലട്ടാ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് ഞങ്ങൾക്ക് ഒരാൾ തന്നപ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾക്കൊരു കഴിവുണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ ആ ഒരു ഇതിനു വേണ്ടി നിങ്ങളിലേക്കും കൂടി എത്തിക്കാൻ വേണ്ടി നിങ്ങൾക്കും ആർക്കും സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ തിരഞ്ഞു നടക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമുക്ക് അധികം റേറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല, സിമ്പിൾ റേറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണതിന്. പിന്നെ വെച്ചാൽ നമ്മളുടെ ആഗ്രഹങ്ങൾ കൂടുമ്പോഴത്തേക്കും അതനുസരിച്ച് ചെറിയ റേറ്റിങ്ങിന് മാറിക്കൊണ്ടിരിക്കും. എന്നാലും അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ചെയ്തു തരും.
അപ്പോൾ അതെ നാളെ ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ ഇത്. നാളെ സർപ്രൈസ് ആയിട്ട് അവരുടെ കൊടുത്തിട്ട് അവരുടെ എക്സ്പ്രഷനും കൂടി നോക്കിയിട്ട് അവരുടെ ഒരു ഹാപ്പിനെസ് കൂടി നോക്കിയിട്ട് ബാക്കി നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ. ആ ഇതാണ്ട് നമ്മൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കണ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ്. ചെന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് എന്താണെന്ന് അറിയട്ടെ. അതുവരെ നമ്മൾ സർപ്രൈസ്. ഓക്കെ, ഹലോ. അതെ നമ്മള് വെഡിങ് ആനിവേഴ്സറിക്ക് അനിയത്തിക്ക് കൊടുത്ത ഗിഫ്റ്റ്. അപ്പൊ അവരുടെ ഓപ്പൺ ചെയ്യണതിന്റെ ഇതും ആ എക്സ്പ്രഷനൊക്കെ കൂട്ടിയിട്ട് ഈ വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവർക്കത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കത് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ആകാംക്ഷയൊക്കെ കാരണം അവരത് ഓപ്പൺ ചെയ്യണതിന്റെ മര്യാദക്ക് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണം എന്ന് സ്നേഹത്തോടെ സ്വന്തം റോച്ച. താങ്ക് യു.